സ്റ്റാൻഡേർഡ് 5 അധ്യായം 8 നാടറിയാം. പച്ചയാം വിരിപ്പെട്ട സഹ്യൻ എന്നത് ആരുടെ പ്രയോഗമാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. പച്ചയാം വിരിപ്പെട്ട സഹ്യൻ എന്നത് ഏത് കൃതിയിലേതാണ്? മാതൃവന്ദനം. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്? മലനാട്. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടിന്റെ ഉയരം 75 മീറ്ററിന് മുകളിൽ. ഇടനാടിന്റെ ഉയരം 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. തീരപ്രദേശത്തിന്റെ ഉയരം 7.5 മീറ്ററിൽ താഴെ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം തീരപ്രദേശം. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം മലനാട്. കേരളത്തിന്റെ വടക്കേയറ്റത്തെ ജില്ല കാസർഗോഡ്. കേരളത്തിന്റെ തെക്കേയറ്റത്തെ ജില്ല തിരുവനന്തപുരം. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ കർണാടകം, തമിഴ്നാട്. കർണാടകവും തമിഴ്നാടുമായും അതിർത്തിയുള്ള കേരളത്തിലെ ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ കേരളത്തിലെ ഒരേയൊരു ജില്ല കോട്ടയം. കേരളത്തിലെ ഏക ലാൻഡ് ലോക്ക്ഡ് ജില്ല കോട്ടയം. കേരളത്തിന്റെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മഴക്കാലങ്ങൾ: തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം, വടക്കുകിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം. കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്ന സമയം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂൺ മഴ ലഭിക്കുന്ന സമയം ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ. ലോക മണ്ണ് സംരക്ഷണ ദിനം ഡിസംബർ 5. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ആചരിക്കുന്ന സംഘടന ഐക്യരാഷ്ട്രസഭ. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ 41 നദികൾ ഒഴുകുന്ന ദിശ പടിഞ്ഞാറോട്ട്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും അവയെ പരിപാലിക്കുന്നതിനും ഉള്ള സർക്കാർ പദ്ധതികൾ. അവ നിർവഹിക്കുന്ന ഏജൻസികൾ. പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ. നിർവഹണം ഹരിത കേരള മിഷൻ. പദ്ധതി മാലിന്യമുക്തം നവകേരളം. നിർവഹണം തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പദ്ധതി തെളിനീരൊഴുകും നവകേരളം. നിർവഹണം തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പദ്ധതി ജൽജീവൻ മിഷൻ. നിർവഹണം കേന്ദ്ര സർക്കാർ. കേരളത്തിൽ തേയില കൃഷി വ്യാപകമായി നടക്കുന്ന സ്ഥലങ്ങൾ: ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്. വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങൾ. കേരളത്തിൽ നെൽകൃഷി വ്യാപകമായി നടക്കുന്ന സ്ഥലങ്ങൾ: പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും. തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂലമായ സാഹചര്യം. തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി. വിളവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഇടനാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളം. റബ്ബർ കൃഷി വ്യാപകമായ ഭൂപ്രകൃതി വിഭാഗം ഇടനാട്. തീരപ്രദേശത്ത് കൂടുതലായി കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ തെങ്ങ്, നെല്ല്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഉപ്പുരസമുള്ള മണ്ണ്. കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം 2004. കവളപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായ വർഷം 2019. പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉണ്ടായ വർഷം 2020. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായ വർഷം 2018. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായുള്ള മുന്നൊരുക്കങ്ങളെ എത്രയായി തിരിക്കാം? 3. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം എന്നാൽ എന്ത്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക,
ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം എന്നാൽ എന്ത്? രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ദുരന്താനന്തര പ്രവർത്തനം എന്നാൽ എന്ത്? ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും: കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ: ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ് അഥവാ ചുവന്ന മണ്ണ്, എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയൽ, വനമണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ്.